ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് അമ്മയോടൊപ്പം ഒക്ടോബർ 27 വോൾക്കാനോ ജപമാല. ഒരുപക്ഷെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലരുടെ കയ്യിൽ എൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കാം. എനിക്കൊരു ജപമാലയുടെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട്. ഒരു 500-ൽ കൂടുതൽ വെറൈറ്റി ജപമാലകൾ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി അതിങ്ങനെ വളരെ ഭംഗിയായിട്ട് വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2 എക്സിബിഷന് കൊടുത്ത് കുറച്ച് വളരെ റയറായിട്ടുള്ള ചില ജപമാലകൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അതിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഏറിയവർക്ക് ജപമാലകളും പരമാവധി പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ജപമാലകളുമാണ്. ഈ ജപമാല കളക്ഷൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ രൂപതയിൽ തന്നെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള മിൽട്ടൺ അച്ഛൻ എനിക്ക് സമ്മാനമായിട്ട് തന്നൊരു ജപമാലയാണ്. ഈ ജപമാലയുടെ പ്രത്യേകത, ഇത് വോൾക്കാനിക് ജപമാലയാണിത്. അഗ്നിപർവ്വതത്തിൻ്റെ ലാവ പാറയായിട്ട് വരുന്നതെന്നുമാണ് ഈ ജപമാല. ഞാൻ എഴുതിയിട്ടുണ്ട് വോൾക്കാനിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ജപമാല അതിൻ്റെ ലാവ ഇങ്ങനെ കട്ടിയായി കഴിയുമ്പോഴത്തേക്ക് ആ റോക്കിൽ നിന്നും, ആ പാറയിൽ നിന്നുമാണ് ഈ ജപമാല ചെയ്തിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു എർത്ത്ലി കണക്ഷൻ ഉള്ളതുകൊണ്ട്, ഈ ഭൂമിയായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരമൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ ആ ഒരു സയന്റിഫിക് സൈഡിലോട്ട് പോകുന്നില്ല. ഒറ്റ കാര്യം ചിന്തിക്കുക, എന്താണ് ഈ അഗ്നിപർവ്വതം എന്ന് പറയുന്നത്? ഉള്ളു ഇങ്ങനെ പുകഞ്ഞ് കത്തി തീ പിടിച്ച്, അല്ലെങ്കിൽ ഉള്ളിങ്ങനെ, നമ്മൾ അഗ്നിപർവ്വതത്തിലെ ലാവയെ കുറിച്ചൊക്കെ നമ്മൾ പരമാവധി സ്കൂളിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എരിഞ്ഞ് ഉരുകി ഇങ്ങനെ ഇരുമ്പുരുകിയ പോലെ കിടക്കുന്ന, തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന ഉള്ളുള്ള പർവ്വതങ്ങളെയാണ് അഗ്നിപർവ്വതം. അത് പൊട്ടിപ്പുറത്തേക്ക് ഒഴുകി വരുന്ന ലാവ. അത് ഘനീഭവിച്ച് അതിനെ തണുപ്പിച്ചൊക്കെ എടുത്തപ്പോഴത്തേക്കൊണ്ട് അതിനകത്തെടുത്ത പാറയാണിത്. സത്യത്തില് ഓരോ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പലരുടെയും ഉള്ളിങ്ങനെ പുകയുന്നുണ്ട്. തീ പിടിച്ച് ഉരുകി കിടക്കുന്ന ഉള്ളോടുകൂടിയാണ് നമ്മൾ ജപമാല വരുന്നത്. അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന വോൾക്കാനുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ജപമാല മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജപമാലയ്ക്ക് ഒരു വോൾക്കാനോ എസൻസ് ഉണ്ട്, ഒരു ഫ്ലേവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ട് ആർട്സിൽ. നമ്മുടെയൊക്കെ പുകയുന്ന, ഉരുകി തിളയ്ക്കുന്ന ഉള്ള് ആണ് ആ ജപമാല മണികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ജപമാലയിലെ ആ പ്രശ്നങ്ങളുടെ ചൂടുണ്ട്, ഒപ്പം സ്നേഹത്തിൻ്റെ ചൂടുകൊണ്ട്. ആ ചൂട് പരിശുദ്ധാത്മ മനസ്സിലാക്കുന്നുണ്ട്. അത് കൃപയായി, അനുഗ്രഹമായി നമ്മളിലേക്ക് ചൊരിയുന്നുണ്ട്. നമ്മളുടെ സ്നേഹത്തിൻ്റെ ചൂട് പിടിച്ച ജപമാലകൾ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം. ആവേ മരിയ.